അയ്യപ്പ സംഗമത്തിന് ആഗോള അയ്യപ്പ സംഗമമാണ് അല്ലേ? അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമമാണ്. അത് അയ്യപ്പനോടുള്ള പ്രേമം കൊണ്ട് ഈ ഗവൺമെന്റ് നടത്തുകയാണ്. അതിനുവേണ്ടി ആദ്യത്തെ പ്രചരണ ബോർഡ് ഉയർന്നത് പത്തനംതിട്ട ജില്ലയിൽ, രണ്ടാമത്തെ ഫ്ലക്സ് ബോർഡ് ഉയർന്നത് തിരുവനന്തപുരത്ത്. ചാനലൊക്കെ വലിയ വാർത്ത, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പത്തനംതിട്ടയിൽ, തിരുവനന്തപുരത്ത് ഫ്ലക്സ് ബോർഡ് ഉയർന്നു, വാർത്തകളൊക്കെ വന്നു. അപ്പൊ നോക്കുകയാണ്, അപ്പൊ ഒരു ചാനൽ ഒരു വാർത്ത, അയ്യപ്പ സംഗമത്തിന്റെ ഫ്ലക്സ് ബോർഡിൽ വാസവനുണ്ട്, അയ്യപ്പ സംഗമത്തിന്റെ ഫ്ലക്സ് ബോർഡിൽ പിണറായി വിജയനുണ്ട്. അയ്യപ്പനോടുള്ള പ്രേമം കൊണ്ട് നടത്തുന്ന പരിപാടിയിൽ അയ്യപ്പന്റെ ചിത്രം വെക്കാൻ തന്നെ മറന്നുപോയി സാധുക്കള്, അയ്യപ്പന്റെ ഫോട്ടോ വെക്കാൻ മറന്നുപോയ ഒരു സാധുക്കള്. നോക്കൂ നിങ്ങൾ, എന്നിട്ട് എത്ര പേരാ രജിസ്റ്റർ ചെയ്തത്? 4246 പേർ അയ്യപ്പ സംഗമത്തിന് രജിസ്റ്റർ ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തിന് പങ്കെടുത്ത എത്ര പേരാണ്? 623 പേർ. എന്ന് വെച്ചാൽ ഈ അയ്യപ്പ സംഗമം ഒരു കപട സംഗമമാണ് എന്ന് ഈ രാജ്യത്തെ ഈ പറയുന്ന അയ്യപ്പ വിശ്വാസികൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. 623 പേർ. നമ്മുടെ നാട്ടിലൊക്കെ അയ്യപ്പ വിളക്ക് നടക്കാറുണ്ട്, അതിനുണ്ടാകാറുണ്ട് 700, 800, 900 ആൾക്കാരൊക്കെ അല്ലേ? അയ്യപ്പ സംഗമത്തിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകാറുണ്ട്. ആഗോള അയ്യപ്പ സംഗമം എല്ലാ ചാനലും ലൈവ് കൊടുത്ത് പ്രചരണ പ്രവർത്തനം നടത്തിയിട്ട് ഏകദേശം 8 കോടി രൂപ ചെലവഴിച്ച് ഗവൺമെന്റ് നടത്തിയിട്ട് ആകെ വന്നത് 623 പേരാണ്. എനിക്കതിൽ വലിയ രസമായി തോന്നിയൊരു കാര്യമുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശനാണ് മുഖ്യാതിഥി. വെള്ളാപ്പള്ളി നടേശനാണ്. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രസംഗമുണ്ട്. അത് എന്താ പ്രസംഗിച്ചെന്നറിയോ? ഇപ്പോ നമ്മുടെ ഈ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആ മുഖ്യമന്ത്രി ഇപ്പൊ നല്ല അയ്യപ്പ ഭക്തനാണ്. അയാൾ പഴയമാതിരിയൊന്നുമല്ല, അയാൾ ഭയങ്കര അയ്യപ്പ ഭക്തനാണ് എന്ന വെള്ളാപ്പള്ളി പറയുന്നത്. അപ്പൊ എനിക്കൊരു കൗതുകം. ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് രഞ്ജിത്തിനോട് ചോദിച്ചു, ഈ അയ്യപ്പ ഭക്തൻ എങ്ങനെ തിരിച്ചറിയാം? ഇതൊന്നും അറിയണമല്ലോ. കാരണം 2-3 കൊല്ലം മുമ്പേ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് 18ാം പടിയും മറികടന്ന് ഇവിടുത്തെ പോലീസുകാരനെ അവന്റെ യൂണിഫോം അഴിച്ചു വെച്ച് മഫ്തിയിൽ പോലീസുകാർക്ക് സംരക്ഷണം കൊടുത്ത് അർദ്ധ സൈനിക സേനയുടെ തോക്കിന്റെ സംരക്ഷണയിൽ ഇവിടുത്തെ ചുംബന സമരത്തിന് നേതൃത്വം കൊടുത്ത 2 യുവതികളെ അയ്യപ്പ സന്നിധിയിലേക്ക് കയറ്റിയിട്ട് ഞങ്ങൾ ആ വിപ്ലവം നടത്തി എന്ന് പറഞ്ഞ പിണറായി വിജയൻ പെട്ടെന്ന് ഒരു ദിവസം അയ്യപ്പ ഭക്തനായി മാറിയിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ എന്താണ് ഈ അയ്യപ്പ ഭക്തനായി മാറിയുണ്ടാകുന്ന പ്രത്യേകത? അതൊന്നും അറിയണമല്ലോ. ഞാൻ എൻ്റെ സുഹൃത്ത് രഞ്ജിത്തിനോട് ചോദിച്ചു, എന്താണ് ഈ അയ്യപ്പ ഭക്തനായി ഉണ്ടായ പ്രത്യേകത? അപ്പം എന്നോട് ചോദിച്ചു, നവാസ് ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ലേ? ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അതിൽ പറയുന്നുണ്ട് ആരാണ് അയ്യപ്പ ഭക്തനെന്ന്. അതിൽ പറയുന്നുണ്ട് ആരാണ് അയ്യപ്പ ഭക്തനെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്ത് കേട്ടു. അദ്ദേഹം പറയാണ് ഭഗവത്ഗീതയിലെ 12ാം അധ്യായം, ഭഗവത്ഗീതയിലെ 12ാം അധ്യായത്തിലാണ് ആരാണ് അയ്യപ്പ ഭക്തൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ച എൻ്റെ സുഹൃത്തിനോട് അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു തരുമോ, ഇതൊന്ന് പഠിക്കണമല്ലോ. അതിന് മലയാളം എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഭയങ്കര ചിരി വന്നത് കേട്ടപ്പോൾ. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി, ആരാണ് അയ്യപ്പ ഭക്തൻ എന്ന് ഭഗവത്ഗീതയിലെ 12ാം അധ്യായം ഉദ്ധരിച്ച് പിണറായി വിജയൻ. അതിന്റെ മലയാളം ഇങ്ങനെയാണ്: സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവൻ. ആര്? അയ്യപ്പ ഭക്തൻ. ഈ പിണറായിന്റെ മോന്തമേൽ നോക്കിയിട്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇയാൾ അയ്യപ്പ ഭക്തനാണ്. അത് മാത്രമാണോ? പിന്നെ പറഞ്ഞെന്താ? മൈത്രിയും കരുണയും മമതയും ഉള്ളവൻ പരനാറി എന്നാണ് വിളിച്ചത് അല്ലേ? പരനാറി എന്ന് വിളിച്ച് ഇയാളെ കുറിച്ച് പറയാണ് മൈത്രിയും കരുണയും മമതയും ഉള്ളവനാണ്. നോക്കൂ നിങ്ങൾ, അഹങ്കാരരഹിതൻ. ഞാൻ ഇവിടുന്ന് സംസാരിക്കും. ഇപ്പൊ രണ്ടത്താണി സാഹിബ് സംസാരിച്ചു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പിണറായി വിജയനാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ മൈക്ക് ഓപ്പറേറ്ററിന് നെഞ്ച് പടയ്ക്കുന്നുണ്ടാവും. കാരണം ഇതെങ്ങാനും അതിനിടയ്ക്ക് ഒരു കൂക്കലോ ഒരു അച്ചുമ്പുലി ഉണ്ടാക്കിയാൽ അയാൾ അവസാനത്ത് ഇവിടുന്ന് പറഞ്ഞു പോകും അല്ലേ? അയാളെ കുറിച്ച് പറയണം അഹങ്കാരരഹിതൻ. ആര്? അയ്യപ്പ ഭക്തൻ. ആര് പറഞ്ഞതാ? പിണറായി തന്നെ പറയാണ് അഹങ്കാരരഹിതനാവും. പിന്നെയോ ക്ഷമയുള്ളവൻ. ഞാൻ ആലോചിച്ചത്, ആ ചെറിയൊരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി, ഒരു ചെറിയ കൈയാണ്, കുഞ്ഞു കൈ, അതിൽ വലിയൊരു ഫോണുണ്ട്. സെൽഫി എടുക്കാൻ വന്നതാ മുഖ്യമന്ത്രിയുടെ. ഒരൊറ്റ തട്ടാണ്, കുട്ടി അങ്ങോട്ട് മാറിപ്പോയി സെൽഫി എടുക്കാൻ വന്ന മൊബൈൽ ഫോൺ സ്റ്റേജിൽ നിന്ന് താഴത്തേക്കും. അയാളെ കുറിച്ച് പറയാണ് ക്ഷമയുള്ളവനാണ് എന്ന്. ഞങ്ങളൊരു കാര്യം പറയാം, ഇങ്ങനെയാണ് ഇതാണ് അയ്യപ്പ ഭക്തനെങ്കിൽ ഞങ്ങൾ പറയുന്നത്, വെള്ളാപ്പള്ളി നടേശ, നിങ്ങൾക്ക് പോലും അയ്യപ്പ ഭക്തൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള ജനതയ്ക്ക് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പരിപാടി 8 നിലയെ പൊട്ടിപ്പോയത്. ഒരു സർക്കാർ ഇനി അധികാരത്തിൽ വരിക സാധ്യമല്ല എന്ന് കാണുന്ന ഒരു പുതിയൊരു കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, നിങ്ങളുടെ കലാപരിപാടികളൊക്കെ ഈ സ്റ്റേജിൽ നടക്കാനുണ്ട്. കേരളത്തിൽ ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചിന്താവിഷ്ടയായ ശ്യാമള എന്നാണ് സിനിമയുടെ പേര്. അതിൽ ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം നാട്ടിലൊക്കെ ഭയങ്കര അലമ്പാണ്, എല്ലാവരോടും പൈസ കടം വാങ്ങും, പുറക്കാർക്കൊക്കെ വലിയ പ്രശ്നമാണ്, പുറക്കാരെ എടങ്ങേറായി ആ ചങ്ങാതിനെ കൊണ്ട്. അവസാനം അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഈ ശ്രീനിവാസന്റെ ഈ കഥാപാത്രത്തെ പുറക്കാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ചെയ്യണം, നീ ഈ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തോട് പറയാണ്, നീ ഒരു കാര്യം കുറച്ച് കാലം ഒന്ന് മാറിയിക്കണം. അപ്പോൾ ശ്രീനിവാസൻ ചോദിക്കണം, ഞാൻ അങ്ങോട്ട് മാറാനാണ്? അപ്പോൾ എല്ലാവരും കൂടി ആലോചിക്കാൻ, നീ തൽക്കാലം മലക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കണം, 1 മാസം ഇവിടുന്ന് മാറിക്കുമല്ലോ. അപ്പോൾ ശ്രീനിവാസൻ പറയാൻ, ഞാൻ അതിന് അയ്യപ്പ ഭക്തനെന്നല്ല, എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല. വീട്ടുകാർ പറയാൻ, അനക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും ഈ 1 മാസം മാറി നിന്നാൽ ഞങ്ങൾക്ക് വലിയ സമാധാനമാണ്, അതുകൊണ്ട് നീ ഒന്ന് മാറിയിട്ട് മലക്ക് പോകണം.
വീട്ടുകാരെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് ചിന്താവിഷ്ടിയായ ശ്യാമലയിലെ ശ്രീനിവാസൻ മാലയൊക്കെ ഇട്ട് നല്ല കറുത്ത മുണ്ടൊക്കെ എടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങി. അപ്പോൾ നാട്ടിലെ ആൾക്കാർ പൈസ കടം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ശ്രീനിവാസൻ്റെ അടുത്ത് വരും. ഏതായാലും മാലട്ട സ്വാമിയല്ലേ, ഒരു മാസം കഴിഞ്ഞിട്ട് ചോദിക്കാം. ശ്രീനിവാസന് നല്ല സൗകര്യമായി, ഒരു മാസം മുഴുവൻ നടക്കാം. കാരണം കടം കൊടുത്തോളൊന്നും ചോദിക്കുന്നില്ല, വലിയ സൗകര്യമായി. ഒരു മാസം കഴിഞ്ഞു, ഇയാൾ മലക്ക് പോയി തിരിച്ചു വന്നു. എന്നിട്ട് ശ്രീനിവാസൻ പറയാൻ, ഞാൻ ഇനി മാല അയക്കുന്നേ ഇല്ല, ജീവിതകാലം മുഴുവൻ മാലയിട്ട് നടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്താ കാര്യം? കടം ചോദിക്കാൻ ആളുകളൊന്നും ചോദിക്കുന്നില്ല, അപ്പൊ ജീവിതകാലം മുഴുവൻ മാലയിടാം എന്ന് തീരുമാനിക്കുകയാണ്. എന്ന പോലെ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ല എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ചിന്താവിഷ്ടിയായ ശ്യാമളയിൽ കടം കൊടുത്തവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാലയിട്ട് നടക്കുന്നത് പോലെ വെറുത്തുപോയ ഒരു ഗവൺമെന്റിനെ മൂന്നാമതും അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് പമ്പയുടെ തീരത്ത് ആ സ്റ്റേജിൽ കയറി നിന്നത് കേരളത്തിൽ ഒരിക്കൽ കൂടി ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തെയാണ് പിണറായിയിലൂടെ ഈ മലയാളക്കര കണ്ടത് എന്ന് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് ഈ സർക്കാർ അതിന്റെ അനിവാര്യമായ തകർച്ചയിലേക്ക് പോവാൻ, അനിവാര്യമായ തകർച്ചയിലേക്ക് ഈ സർക്കാർ പോവാൻ. നോക്ക്, ഇവിടെ നിൽക്കുന്ന സാധാരണ ഡിവൈഎഫ്ഐക്കാരൻ, സാധാരണ സഖാക്കൾ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഈ ഗവൺമെന്റ് ഇനി അധികാരത്തിൽ വരണോ? സഖാക്കളോട് ചോദിച്ചു നോക്ക്. നല്ല സഖാക്കൾ പറയും അത് വേണ്ടാന്ന്. ഞാനൊരു കാര്യം പറയാം, നല്ല സഖാക്കളോട് ചോദിക്കണം. ഇപ്പൊ എൻ്റെ നാട്ടിൽ നേരത്തെ ഈ ഫ്ലെക്സ് ബോർഡിൽ അയ്യപ്പന്റെ ഫോട്ടോ ഇല്ല എന്ന് പറഞ്ഞ വീഡിയോ വന്നല്ലോ. ആ വീഡിയോ വന്നപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ നാട്ടിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വലിയ വർത്താനം പറയാം മാപ്പിള സഖാക്കളാണ്. അവരാണല്ലോ സഖാക്കൾ പൊതുവേ ഒരു ബുദ്ധിയില്ലാത്ത ജാതിയാവും. അതിൽ മാപ്പിള സഖാക്കൾ തനി അലമ്പ് ടീമാവും. അവരാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തർക്കം ഉണ്ടാക്കാൻ വേണ്ടി വരിക. എൻ്റെ നാട്ടിൽ ഈ വാർത്ത നമ്മൾ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ നാട്ടിലൊരു ഗ്രൂപ്പിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു അയ്യപ്പനെ മക്കാൻ മറന്നുപോയ അയ്യപ്പ സംഘമാണ്. അപ്പോൾ മാപ്പിള സഖാവ് പറയാണ് അത് അത്ര വലിയ കാര്യം ആക്കണ്ടെന്ന്. അപ്പോൾ ഇവൻ ചോദിച്ചു അതെന്താ അയ്യപ്പ സംഗമത്തിന് അയ്യപ്പൻ്റെ ഫോട്ടോ വേണ്ടേ? അതിപ്പോൾ റബ്ബി ലെവലിൽ നബിദിനൊക്കെ നടത്തിയിട്ട് നബിൻ്റെ ഫോട്ടോ നമ്മളാരെയും വെച്ചിനോ? അതേമാതിരി കണക്കാക്കിയാൽ മതി. ഈ മാതിരി റേഞ്ചുള്ള സഖാക്കളോടല്ല, അത്യാവശ്യം തിരക്കില്ലാത്ത സഖാക്കളുണ്ടാവും, ഓരോട് പോയി ചോദിക്കണം ഇനി ഒരിക്കൽ കൂടി ഈ പിണറായി സർക്കാർ വരണോ? അവരെല്ലാവരും പറയും ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കാൻ ഞങ്ങൾ ഈ സർക്കാരിനെ തോൽപ്പിക്കും എന്ന് പറയുന്ന സഖാക്കളുള്ള നാടായി ഈ നാട് മാറിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് ലീഗ്. അസ്സലാമു അലൈക്കും.